സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്തോളൂ കേട്ടോ. സൂപ്പറായിരിക്കും. ബ്രൈറ്റ് ആവുക മാത്രമല്ല നല്ല ഗ്ലോ ആയിരിക്കും. അത് ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഈ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇതിൽ 4 സ്റ്റെപ്സാണ് വരുന്നത്. ഈ 4 സ്റ്റെപ്സും കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആവും. എപ്പോഴും നമ്മൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എക്സ്ഫോലിയേഷൻ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് ഒരു ക്ലിയർ സ്കിന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പ്രോപ്പറായിട്ട് പാക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരുമ്പോൾ നമ്മൾ അണിവണൊക്കെ മാറാനും, അതുപോലെ തന്നെ സ്കിൻ്റെ ആ ഒരു ഡെഡ് സെൽസ് എല്ലാം പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റായി വരാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അത്രയും സ്കിൻ നല്ല ഗ്ലോ ആക്കിക്കൊണ്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ കൂടിയാണ്. നമ്മൾ ഒരുപാട് പൈസയൊന്നും എക്സ്പെൻസ് ഒന്നും ചെയ്ത് പോയി പാർലറിലൊന്നും പോയി ചെയ്യാൻ പറ്റാത്തവർക്ക്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, പാർലർ പോകാൻ മടിയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് ഇതൊന്നും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എപ്പോഴും സ്കിൻ മെച്ചോർഡ് ആവണം. പിള്ളേരെ എപ്പോഴും നിർബന്ധിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യിപ്പിക്കരുത്. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു രീതിയിലുള്ള പാക്കോ ഒരു രീതിയിലുള്ള നാച്ചുറൽ ആണെങ്കിലും ശരി ഒന്നും തന്നെ കൊടുക്കരുത്. കാരണം 16 വയസ്സാണെങ്കിൽ പോലും സ്കിൻ മെച്ചോർഡ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബി സ്കിൻ ആയിരിക്കും. ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഏജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, മെച്ചോർഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളിലൊന്നും നമ്മൾ ആദ്യം തന്നെ പോയിട്ട് പാക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരുടെ ഒരു കൺസേൺ ആണ് പെട്ടെന്ന് തന്നെ പെൺകുട്ടികൾ ഭയങ്കര ബ്രൈറ്റ് ആവണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ നോർമലായിട്ടൊന്ന് ഫേസ് വാഷ് കാര്യങ്ങൾ അത് ഭയങ്കര മൈൽഡായിട്ടുള്ളത് ഉപയോഗിക്കുക, മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതല്ലാതെ വേറെ ഒന്നും തന്നെ സ്കിന്നിന് വേണ്ട, പാക്കൊന്നും ഉപയോഗിക്കരുത്. 16 വയസ്സിന് ശേഷം സ്കിൻ മെച്ചോർഡായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മൈൽഡായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഭയങ്കര ഹെവി ആയിട്ടുള്ള മാസ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. 23 വയസ്സിന് ശേഷം നമ്മൾ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മസാജും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ അത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്ലീനപ്പ് പ്രൊസീജിയറൊക്കെ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഓരോ കാര്യം നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിലുണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ച് എനിക്ക് ആദ്യം തന്നെ അറിയാം. അപ്പോൾ അതോട് കൂടിയിട്ട് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു ഫേഷ്യലാണ്. അതിലാദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളുടെ നാൽപ്പമരാതി ഓയിലിൻ്റെ കാര്യം, ക്ലെൻസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഭയങ്കര റെസ്പോൺസാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ 30 ബാച്ചിൽ കഴിഞ്ഞു. സെക്കൻഡ് ഒരു 100ഓളം നമുക്കിപ്പം ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ 27th 28th കൂടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ബാച്ച് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒത്തിരി ഓർഡർ വന്നു. കാരണം അത്രയും ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്, ഇതിൻ്റെ റിസൾട്ട് അത്രയും സൂപ്പർബായിരിക്കും. സാധാരണ ഇതുപോലത്തെ ഓയിലൊക്കെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡള്ളായിട്ട് ഫീൽ ചെയ്യും. ഇത് നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മിൽക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്കിൻ അപ്പം തന്നെ നമുക്കൊരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഫീൽ പോലും ഉണ്ടാവില്ല. ഭയങ്കര ബ്രൈറ്റ് ആവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് മേടിച്ച്, ഇപ്പോൾ ഇത്രയും പേര് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ 100ലധികം ഓർഡർ പോയി കഴിഞ്ഞു. അപ്പോൾ അത്രയും പേര് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള റിവ്യൂ എന്തായാലും നമുക്ക് അറിയിക്കണം. കാരണം അത്രമാത്രം റിസൾട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയണത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സയൻറ്റിസ്റ്റാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ഞങ്ങൾ അത്രയും റിസർച്ച് നടത്തി അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇത് ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ബുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇന്ന് നമ്മളുടെ ഈ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നതും നമ്മളുടെ ക്ലെൻസർ തന്നെയാണ്. സോ ഈ ഒരു ക്ലെൻസർ, അതായത് 40 ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ബെസ്റ്റ് ഒന്നും പറയാനില്ല, അത്രയും ബെസ്റ്റായിരിക്കും. ഓക്കെ. കാരണം എനിക്കിതിനകത്തുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും എടുത്ത് പറയുകയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എണ്ണയിട്ട പോലെയോ സ്കിൻ ഡള്ളാവുന്നൊന്നുമില്ല. കാരണം ഞാൻ പലവരുടെയും കമൻറ്റ് കേട്ടു, 40 ഉപയോഗിച്ച് സ്കിൻ ഡള്ളാവുമോ അല്ലെങ്കിൽ ഡള്ളാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഏത് ടൈപ്പ്, കാരണം ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അതുപോലെയായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഓരോ രീതിയിലെ ഓയിൽ ടച്ച് ഒന്നും തന്നെ സ്കിന്നിൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് ഭയങ്കര, കാരണം നമുക്കറിയാമല്ലോ ഒരു ക്ലയൻറ്റ്സ് അവരുടെ സ്കിൻ അവരെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്താണ് നമുക്കിഷ്ടപ്പെടുക, അല്ലേ? നമുക്കൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അതിൽ നിന്ന് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ട്.
അപ്പോൾ ആ ഒരു റിസൾട്ട് പിന്നെ എനിക്കറിയാം, ഇത്രയും നാളും ഞാൻ അത്രയും കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും സ്കിന്നും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടൊരു പ്രൊഡക്റ്റാണ് നമ്മളാദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഈ ക്ലെൻസർ വെച്ച് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. എന്താ പറയുക, ക്ലെൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 1 or 2 മിനിറ്റ്സ് ടൈം എടുത്ത് ക്ലെൻസ് ചെയ്യുക കേട്ടോ. എല്ലാം തന്നെ നമ്മൾ മേളിലായിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ ഓരോ ഏരിയ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. 2 to 3 മിനിറ്റ് ടൈം എടുത്താലും കുഴപ്പമില്ല. നല്ല രീതിയിൽ എന്താ പറയുക, നന്നായിട്ട് ടൈം എടുത്ത് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. കാരണം അത്രയും 2-3 മിനിറ്റൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊട്ടറ്റോ എടുക്കുക, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക, അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ, ഇനി നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്രബാണ്. അതിലേക്ക് 1 സ്പൂൺ നമ്മളുടെ നമ്മുടെ റൈസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് വെച്ച് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബ് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് 1 സ്പൂൺ എടുക്കുക, നമ്മൾ റൈസ് പൗഡർ 1 സ്പൂൺ എടുക്കുക, നമ്മളുടെ പൊട്ടറ്റോ ജ്യൂസ്, ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പിഴിഞ്ഞ് ജ്യൂസാക്കി എടുക്കുമ്പോൾ നമ്മളുടെ അരപ്പില്ല അതിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിനർ വെച്ച് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ അളവിലേക്ക് കിട്ടും. അത് മതിയാവും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് നമ്മളൊരു കുറച്ച് ടൈം എടുത്ത് 2-3 മിനിറ്റ് ടൈം എടുത്ത് സ്ക്രബ് ചെയ്യുക കേട്ടോ. ഓരോ ഏരിയ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഒരുപാട് ഉരയ്ക്കരുത് സ്കിന്നിനെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്, നമ്മുടെ ശരീരത്തിൽ അത്രയും സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, പതുക്കെ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കേണ്ടത്. മസാജിങ് ക്രീമിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് ഓട്സ് എടുക്കുക. 1 സ്പൂൺ വൈറ്റ് ഓട്സ് എടുക്കുക. അത് നമുക്കൊന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 5 മുതൽ 8 സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് ആഡ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം അത് തണുപ്പിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. എന്നതിന് ശേഷം അത് വെച്ച് നന്നായിട്ട് മസാജ് കൊടുക്കുക. നിങ്ങൾക്ക് ടൈം വേണം, ടൈം ഉണ്ടെങ്കിൽ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്, അറിയാലോ, സമയം ഒരുപാട് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, മസാജ് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം എടുത്ത് 5 to 7 മിനിറ്റെങ്കിലും സമയമെടുത്ത് നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇനിയാണ് നമ്മുടെ പാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ എത്ര ഹോം കെയർ ചെയ്താലും ഒരിക്കലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുമില്ല, നമുക്കത് ലാസ്റ്റ് ചെയ്യത്തുമില്ല. ഓക്കെ, നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്കൊരു ഗ്ലോ തോന്നിയാൽ പോലും സ്കിൻ കെയർ ചെയ്യാത്തവർക്ക് ഒരു രീതിയിലുള്ള റിസൾട്ടും കിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. നമ്മൾ മോർണിംഗ് റൊട്ടീൻ, ഈവനിങ് റൊട്ടീൻ കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കിൻ കെയർ അറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് കാരണം എല്ലാവരുടെ പ്രശ്നം ഇപ്പോൾ അതാണല്ലോ, എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം. കാരണം മിക്ക ആൾക്കാരെയും ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പലതും മേടിച്ച് ഉപയോഗിച്ച് സ്കിൻ ഡാമേജ് ആയിപ്പോയി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന എല്ലാ ആൾക്കാരുടെയും പ്രശ്നം ഇതൊക്കെ തന്നെയായിരുന്നു. കൂടുതൽ പേരും പിഗ്മെൻറ്റേഷൻ, കാരണം പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ കൊടുക്കുക, അത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് നമുക്കറിയാതെ നമുക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഒരു മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു 40 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡാർക്ക് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യും, അത് സ്പ്രെഡാവും, പിഗ്മെൻറ്റേഷനായി മാറും, അങ്ങനെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് വരും. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഇതിന് പോയി പീൽ ചെയ്തു, അത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് എത്ര വയസ്സ് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ ഞാൻ തരാം. ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ റൊട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് 3 മാസത്തെ ഗൈഡൻസാണ് നമ്മൾ ചെയ്യുന്നത്. 5,000 റുപ്പീസ് നമുക്ക് ഫീസ് ഉണ്ട്. 3 മാസം 3 കൺസൾട്ടിങ് നമുക്ക് വരും. ആ ഫസ്റ്റ് 21 ഡേയ്സിലാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മളുടെ സ്കിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. സെക്കൻഡ് 21 ഡേയ്സിൽ നമ്മുടെ പ്രശ്നം കുറഞ്ഞു തുടങ്ങും. തേർഡ് ആകുമ്പോഴത്തേക്കും നല്ല മാറ്റം സ്കിന്നിൽ വരും. സോ ഇതൊരു ലൈഫ് ടൈമിലേക്കുള്ള ഒരു റിസൾട്ടായിരിക്കും, അല്ലാതെ ഒരു ചുമ്മാ എന്തെങ്കിലും കുറച്ച് ഒരു 10 ദിവസത്തേക്കോ 2-3 മാസത്തേക്കോ ഉള്ളതല്ല. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ സ്കിൻ ക്ലിയർ സ്കിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ദെൻ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളുടെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് വരുന്ന നമ്മളുടെ മാസ്കാണ്. അതിനായിട്ട് നമുക്ക് 1 സ്പൂൺ നമ്മളുടെ ഒന്നുകിൽ പയറുപൊടി അല്ലെങ്കിൽ കടലപ്പൊടി എടുക്കുക. അതായത് ബേസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ പൊടി ഉണ്ടല്ലോ അത്, രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു അര സ്പൂണല്ല, അതായത് ഒരു ഹാഫ് ലെമൺ നമ്മൾക്ക് കട്ട് ചെയ്യുക. കുറച്ച് റോസ് വാട്ടറും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കുക. ദെൻ ഇത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊരു പേസ്റ്റ്, അതായത് പേസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആ ഒരു രീതിയിലേക്ക് ആക്കുക. ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ്സ് വയ്ക്കുക. ദെൻ വാഷ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യണം കേട്ടോ, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കടലപ്പൊടി അല്ലെങ്കിൽ നമ്മളുടെ പയറുപൊടി ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം. തക്കാളി ജ്യൂസ് എടുക്കണം. ദെൻ ലൈം കുറച്ച് എടുക്കുന്നു. റോസ് വാട്ടർ എടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൂപ്പറായിരിക്കും കേട്ടോ. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിരിക്കും. കാരണം അതിന് നമ്മൾ ആദ്യം നമ്മളുടെ ഈ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്രമാത്രം റിസൾട്ടായിരിക്കും. നാൽപ്പമരുതി പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമല്ല. അത്രയും, കാരണം അത് മാത്രമല്ല, ഇത് കറക്റ്റ് ഇതിൽ വരുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം സ്കിൻ ഗ്ലോ ആവും, നമ്മുടെ അണിമണൊക്കെ മാറും. നല്ല റിസൾട്ടായിരിക്കും ഈ ഒരു ഫേഷ്യലിനും. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് എന്താ പറയുക, ഡ്രൈനെസ് മാറി സ്കിൻ ബ്രൈറ്റ് ആവും. അതുപോലെ അണിമൺ മാറും. പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കൊക്കെ ആൻറ്റി ഏജിങ്ങിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു ക്ലെൻസർ ആയിരിക്കും. ഇനി അങ്ങോട്ട് എല്ലാവരും അറിയപ്പെടാൻ പോകുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു നാൽപ്പമരാതി ക്ലെൻസർ. ബിയോസ് ബൈ ഷഹാന എന്നാണ് ഈ ഒരു ബ്രാൻഡ് നെയിം വരുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് അത് പ്രൊഡക്റ്റ് മേടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടിങ് വേണം, നിങ്ങളുടെ സ്കിന്നും ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യട്ടെ. ഈ ഫേഷ്യൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു, ബൈ.